പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ തർക്കം തുറന്ന പോരിലേക്ക്. സാന്ദ്ര തോമസിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി നിർമ്മാതാവും നടനുമായ വിജയ് ബാബു. നിർമ്മാതാക്കളുടെ സംഘടനയിലേക്ക് മത്സരിക്കാൻ സാന്ദ്രയ്ക്ക് യോഗ്യതയില്ലെന്ന് ആരോപിച്ചാണ് പോസ്റ്റ്. ഫ്രൈഡേ ഫിലിം ഹൗസിനാണ് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ചതെന്നും വ്യക്തിക്കല്ലെന്നും വിജയ് ബാബു പറയുന്നു. എന്നാൽ തനിക്ക് സർട്ടിഫിക്കറ്റ് ലഭിച്ചുവെന്ന അവകാശവാദവുമായി സാന്ദ്രയും രംഗത്തെത്തി. ചിലരുടെ കുതന്ത്രങ്ങൾ മറനീക്കി പുറത്തുവരികയാണ്. ആർക്കെങ്കിലും വേണ്ടി ഓക്കാനിക്കാനിരിക്കുന്നവർ സ്വയം പരിഹാസ്യരാകാതെ നോക്കണമെന്നും സാന്ദ്ര പറഞ്ഞു. വിവരങ്ങളുമായി നവമി ദിനേശ് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. നവമി, ഇതിപ്പോൾ തുറന്ന പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണല്ലോ, വിശദാംശങ്ങൾ. സാന്ദ്ര തോമസും നിർമ്മാതാക്കളും തമ്മിലുള്ള പോര് അതിപ്പോഴും അവസാനിക്കുന്നില്ല. ഇപ്പോഴത്തെ ഇര വിജയ് ബാബു ആണ്. വിജയ് ബാബു സാന്ദ്ര തോമസിനെതിരെ അല്പസമയം മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ പ്രധാനമായും പറയുന്നത്, ആദ്യം ഇവർ ഒന്നിച്ചായിരുന്നു ഫ്രൈഡേ ഫിലിംസ് നിർമ്മാണം നടത്തിയിരുന്നത്. പിന്നീട് സാന്ദ്രയുമായി തെറ്റിപ്പിരിയുകയും ചെയ്തു. 2016 മുതൽ സാന്ദ്രയ്ക്ക് ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസുമായി ബന്ധമില്ല. സെൻസർ സർട്ടിഫിക്കറ്റ് നൽകുന്നത് വ്യക്തിയുടെ പേരിലല്ല, പ്രൊഡക്ഷൻ ഹൗസിന്റെ പേരിലാണ്. അതുകൊണ്ട് സാന്ദ്രയ്ക്ക് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവകാശമില്ല എന്നുകൂടി വിജയ് ബാബു പറയുന്നുണ്ട്. എന്തായാലും നിയമപരമായി തന്നെ സാന്ദ്ര മുന്നോട്ട് പോകട്ടെ. മറിച്ച് എന്തെങ്കിലും ഒരു വിധി വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് പോലും പുതിയ അറിവായിരിക്കുമെന്ന് പരിഹസിച്ചുകൊണ്ട് തന്നെ വിജയ് ബാബു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒപ്പം മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഈ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് മാറുമ്പോൾ ലാഭവിഹിതമോ അതിൽ കൂടുതലോ സാന്ദ്ര കൊണ്ടുപോയി എന്ന കാര്യം കൂടി വിജയ് ബാബു ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട്. എന്തായാലും ഇതിന് മറുപടിയായി സാന്ദ്ര മറ്റൊരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അതിൽ ആദ്യം പറയുന്നത്, ഈ പ്രൊഡക്ഷൻ ഹൗസുമായി ബന്ധപ്പെട്ട് തനിക്ക് ഇപ്പോഴും അതിലൊരു അവകാശവാദം താൻ ഉന്നയിക്കുന്നില്ല, അതിൽ നിന്നും താൻ വിട്ടുപിരിഞ്ഞതാണ്. പക്ഷേ ആ സമയത്ത് പോലും താനും കൂടി ചേർന്ന് നിർമ്മിച്ചതാണ്, ആ സെൻസർ സർട്ടിഫിക്കറ്റിലും തൻ്റെ പേരാണുള്ളത് എന്നുകൂടി സാന്ദ്ര തെളിവുകൾ സഹിതം തന്നെയാണ് ഈ പറയുന്നത്. ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ, ലിസ്റ്റിൻ സ്റ്റീഫൻ വിമർശനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ സാന്ദ്ര സെൻസർ സർട്ടിഫിക്കറ്റ് കാണിച്ചതാണ്. അതിൽ കൃത്യമായി സാന്ദ്ര തോമസിന്റെ പേരുമുണ്ട്. അതുകൊണ്ട് തനിക്ക് മത്സരിക്കാൻ അർഹതയുണ്ടെന്ന് തന്നെയാണ് സാന്ദ്ര തോമസ് ആവർത്തിച്ചു പറയുന്നത്. എന്തായാലും നാളെയാണ് സാന്ദ്ര തോമസിന്റെ ഹർജി കോടതി പരിഗണിക്കുന്നത്. ഒരു കാര്യം കൂടി സാന്ദ്ര ഇതിൽ വിജയ് ബാബുവിനെ പരിഹസിച്ചുകൊണ്ട് ഒരു കാര്യം കൂടി രേഖപ്പെടുത്തുന്നുണ്ട്. ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്നവർ സൂക്ഷ്മത പുലർത്തിയാൽ അപഹാസ്യരാകാതിരിക്കും എന്നുകൂടി വിജയ് ബാബുവിനെ പരിഹസിച്ചുകൊണ്ട് തന്നെയാണ് സാന്ദ്ര തോമസ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്തായാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ സാന്ദ്ര തോമസ് രണ്ടും കൽപ്പിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഈ തിരഞ്ഞെടുപ്പിൽ 14-ാം തീയതിയാണ് തിരഞ്ഞെടുപ്പ്, അതിൽ മത്സരിക്കുമെന്ന് തന്നെയാണ് സാന്ദ്ര തോമസ് ഉറച്ചു പറയുന്നത്. ആര്യ, നവമി ദിനേശാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.